അക്ഷയ, മഴ അവസാനിച്ചിട്ടില്ല. ഉച്ചയ്ക്ക് തുടങ്ങിയ മഴയാണ് ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ആശങ്കയുണ്ടാക്കും. ഞാനിപ്പോൾ ഒരു ദൃശ്യം കാണിച്ചു തരാം. അതായത് ഈ മുണ്ടക്കൈ എന്ന് പറയുന്നത് ഇതിന് മുകൾ ഭാഗമാണ്. ഇപ്പോൾ താഴേക്കൂടെ ഒഴുകിപ്പോകുന്നത് ചൂരൽമല പുഴയാണ്. ഈ ഉരുൾപൊട്ടി എങ്ങനെയാണ് അപകടം ഉണ്ടായത്, എത്രത്തോളം വലിയ ഭീതിജനകമായ അപകടമാണ് ഉണ്ടായതെന്ന് ഈ ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാകും. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് ചൂരൽമല ടൗൺ ആണ്. അതുവഴി പുഴ ഒഴുകി ഇതിലെ വളഞ്ഞ് താഴേക്കാണ് പോയത്. അപ്പോൾ ഈ വശത്ത് ഈ മരങ്ങൾ നിൽക്കുന്ന ഭാഗത്ത് 4 ലയങ്ങളുണ്ടായിരുന്നു, ഒരു ക്ഷേത്രമുണ്ടായിരുന്നു, ഈ ക്ഷേത്ര പൂജാരിയുടെ വീടുണ്ടായിരുന്നു. അപ്പോൾ അത് മൊത്തം കുത്തി ഒലിച്ചാണ് പോയത്. ഇത് നേരത്തെ ഈ പുഴ ഈ രൂപത്തിൽ തന്നെയായിരുന്നു. അതെ, ഈ പുഴ ഇപ്പൊ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതേ രൂപത്തിൽ തന്നെയാണ് പുഴ ഉണ്ടായിരുന്നത്. പക്ഷെ അതൊക്കെ പുഴ അങ്ങോട്ട് ശരിക്കും ഈ ഉരുള് പൊട്ടി വന്നിട്ട് മൊത്തം അങ്ങോട്ട് കയറി. പുഴ ഇല്ല, ഇതാ ഈ വീട് വരെ കയറി, വീടിന്റെ മുറ്റം വരെ കയറി, ഇവിടേക്ക് വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. മാസ്റ്റർ, ഇത് നമ്മൾ കാണുമ്പോഴേ എന്തുമാത്രം ഭീകരമായൊരു അപകടമാണ് ഇവിടെ സംഭവിച്ചതെന്ന് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരു റിവർ ബെഡ് രൂപപ്പെട്ടു. ഇപ്പോൾ അവിടെ നോക്കിയ ഒരു മൺതിട്ട മാത്രം. പക്ഷെ അവിടെ വീടുകളുണ്ടായിരുന്നു, തൊഴിലാളികളുണ്ടായിരുന്നു, ക്ഷേത്രമുണ്ടായിരുന്നു, കെട്ടിടങ്ങളുണ്ടായിരുന്നു. സാധാരണഗതിയിൽ എന്താ നമുക്ക് ഇങ്ങനെയുള്ള കാഴ്ചകൾ, അതായത് ഷാജു ഒന്ന് ക്യാമറ അടുത്ത് നോക്കി തിരിക്കോ. ആ മല കണ്ടില്ലേ, കാപ്പിത്തോട്ടവും തേയിലത്തോട്ടവും ഒക്കെ നിൽക്കുന്ന മനോഹരമായ ദൃശ്യങ്ങൾ അത് കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷം. അതുകൊണ്ട് ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണിത്, അല്ലേ ഷവി? ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ ഈ ചൂരൽമലയിൽ ഒരുപാട് വിനോദസഞ്ചാരികൾ എത്താറുണ്ട്. നല്ലൊരു ടൗൺ ആയിരുന്നു. ആ ടൗൺ പൂർണ്ണമായിട്ടും ഇല്ലാതാകുന്ന ഒരു കാഴ്ച. ആ ടൗണിനോട് ചേർന്ന് നേരത്തെ സൂചിപ്പിച്ച പാടിയായിരുന്നു. ആ പാടിയിലുണ്ടായിരുന്ന കെട്ടിടങ്ങളെല്ലാം തന്നെ പൂർണ്ണമായി പോയി. ഇപ്പോഴും നല്ല തെളിനീര് പോലെ ഒഴുകിക്കൊണ്ടിരുന്ന ഒരു പുഴ ഈ ഒരു നിറത്തിൽ ഇപ്പോൾ ഒഴുകുകയാണ്. അവിടെ 2 or 3 മരങ്ങൾ മാത്രമാണ് അവശേഷിപ്പിച്ചിരിക്കുന്നത്. ബാക്കി ഇതിനടിയിൽ എവിടെയൊക്കെയോ മൃതദേഹങ്ങളുണ്ട് എന്നുള്ള സംശയം നാട്ടുകാർക്കുണ്ട്. കാരണം മുണ്ടക്കയിൽ നിന്നും വന്നിട്ടുള്ള അപകടത്തിൽപ്പെട്ടവരുടെ മൃതദേഹങ്ങളെല്ലാം തന്നെ ഇതിനടിയിൽ ഉണ്ടാകുമെന്നുള്ളൊരു സംശയമാണുള്ളത്. ഒരു ഏരിയ മുഴുവൻ പൂർണ്ണമായും ഇല്ലാതായി വെറും ചെളി മാത്രം. ഇപ്പോൾ ഒരു ചെളിക്കെട്ടും മൺതിട്ടയും അതിനിടയിലൂടെ കുത്തി ഒലിച്ചു പോകുന്ന ചൂരൽമല പുഴയുമാണ്. ഈ പുഴ നേരെ പോകുന്നത് താഴെ സൂചിപ്പാറ വെള്ളച്ചാട്ടമാണ്. ആ വെള്ളച്ചാട്ടത്തിൽ എത്തുന്നതിന് മുൻപ് പുഴ ഇവിടുന്ന് ടേൺ ചെയ്യുന്നുണ്ട്. ആ ടേൺ ചെയ്യുന്ന ഭാഗത്താണ് നേരത്തെ നമ്മൾ നിന്നത്. അവിടെയാണ് ഏറ്റവും കൂടുതൽ അവശിഷ്ടങ്ങൾ. അതായത് ചൂരൽമല ടൗണിലുണ്ടായിരുന്ന കെട്ടിടങ്ങളൊക്കെ തകർത്ത് ഈ പുഴ ഒഴുകി പോയത് താഴെ നേരത്തെ ഞങ്ങൾ നിന്ന സ്ഥലത്താണ്. അവിടെയാണ് ഈ അവശിഷ്ടങ്ങൾ മുഴുവൻ കിടക്കുന്നത്. അവിടെ നിന്നാണ് 38ഓളം മൃതദേഹങ്ങൾ കണ്ടെടുത്തത്. ഇപ്പോൾ ഈ ഭാഗത്തു നിന്ന് തന്നെ 50 മൃതദേഹങ്ങൾ കണ്ടെടുത്തു എന്നാണ് ഷെഫീർ പറയുന്നത്. ഇവിടെ എല്ലാം ആൾക്കാരുണ്ടായിരുന്നില്ലേ, തൊഴിലാളികളുണ്ടായിരുന്നല്ലേ? അതെ, ഇവിടെ മൊത്തം തൊഴിലാളികളുണ്ടായിരുന്നു. പിന്നെ ആ കെട്ടിടമൊക്കെ ഇത് തകർന്നതാണോ? ആ നിൽക്കുന്ന വലിയ മരം വീണ് കിടക്കുന്നുണ്ടോ? അതിനടുത്തുള്ള കെട്ടിടം ഇതിൽ തകർന്ന ആ പള്ളി മാത്രമാണ് ഇപ്പൊ അവശേഷിക്കുന്നത്. അതിൽ ആ പള്ളി മാത്രമേ ബാക്കിയായിട്ടുള്ളൂ. ബാക്കി ഇവിടെ ഏകദേശം ഒരു അമ്പലം ഉണ്ടായിരുന്നു. അമ്പലം കുറച്ച് അപ്പുറത്താണ്. ഇവിടെ ഈ ഭാഗത്ത് ഇപ്പൊ നമ്മൾ കാണുന്ന ഭാഗത്തുള്ളത് 4 ലൈൻസ് ഉണ്ടായിരുന്നു. ഈ ആൾക്കാർക്കൊക്കെ മാറാൻ പറ്റുമോ അപകടം? അവിടെ ഏകദേശം നമ്മൾ അറിഞ്ഞത് പിന്നെ മാറിയിട്ടുണ്ടെന്നാണ്. അതിൽ ഒരു 2 or 3 ആള് പെട്ടുപോയിട്ടുണ്ട്. ഈ പാടിയിലുള്ള 1 or 2 ആള് പെട്ടുപോയിട്ടുണ്ടെന്ന് മാത്രമാണ് പറഞ്ഞത്. ബാക്കി എല്ലാവരും ഈ ലൈൻസിലുള്ള ആൾക്കാരൊക്കെ മാറിയിട്ടുണ്ട്. അതായത് ഒരു ലൈൻസിൽ 6 റൂം വെച്ചിട്ടാണ് ഉള്ളത്. അപ്പോൾ പിന്നെ മൊത്തം 24 ഫാമിലി അവിടെ ഉണ്ടായിരുന്നു. പാടി ലൈൻസ് ഉണ്ടായിരുന്നു. അത് പൂർണ്ണമായിട്ട് ശരിക്കും ഈ നിലവിൽ ഇപ്പൊ ഈ കാണുന്ന പുഴ സാധാ ഈ നിലയിൽ ഒഴുകുന്ന പുഴയാണ്. ശരിക്കും മൊത്തം ഒന്നായി ഇപ്പൊ ഈ റിവർ ബെഡ് കാണുന്ന ഈ ഒരു മൺതിട്ട കാണുന്ന ആ പൊക്കത്തിലാണ് പുഴ ഒഴുകി വന്നത്. അതെ, അത്രയും കാണുന്ന അതിനെക്കാട്ടി വൈറ്റില്, അതായത് ഇതിനെക്കാട്ടി നല്ല ഹൈറ്റിൽ തന്നെയാണ് മൊത്തം ഒലിച്ച്. ആ മരമൊക്കെ കുത്തൊഴുകി പോയതാണ്, വലിയ മരം. അതെ, ആ വലിയ മരമൊക്കെ കുത്തൊഴുക്കിൽ വന്നതാണ്. അക്ഷയ, ഇതാണ് ഇവിടെ സംഭവിച്ചത്. അതായത് എന്റെ പിന്നിൽ കാണുന്ന ചൂരൽമല ടൗണിലേക്കാണ് മുണ്ടക്കയിൽ നിന്ന് ആ 2 ഉരുളും പൊട്ടിയെത്തിയത്. ആ ടൗൺ നാമാവശേഷമാക്കിക്കൊണ്ട് അതിൽ കുറെ അവശേഷിക്കുന്ന കെട്ടിടങ്ങളാണ് കാണുന്നത്. അവിടെ ഈ നേരത്തെ രാവിലെ ഞാൻ പോയി നിന്ന വീടിന്റെ മുകൾ ഭാഗം, ആ വീടുകളാണ് കാണുന്നത്. അത് മുഴുവൻ മണ്ണ് നിറഞ്ഞു കഴിഞ്ഞു. അവിടം മൊത്തം ഇടിച്ചു കുത്തി ഇവിടുന്ന് നേരെ പുഴയങ്ങ് ഒഴുകി വരികയായിരുന്നു ചെയ്തത്. എത്രത്തോളം ഭീകരമായ ഒരു അന്തരീക്ഷമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. എങ്ങനെയാണ് ഒരു നാട് ഇല്ലാതായി പോയത് ഈ ഉരുൾപൊട്ടലിൽ എന്ന് നമുക്ക് കൃത്യമായി തന്നെ ഇവിടെ നിന്നാൽ മനസ്സിലാക്കും. ഇവരുടെ എല്ലാം നെഞ്ചുരുകുകയാണ്. എൻ്റെ കൂടെ നിൽക്കുന്ന ഷെഫീറിൻ്റെയൊക്കെ നെഞ്ചുരുകുകയാണ്. കാരണം അവരുടെയൊക്കെ സുഹൃത്തുക്കൾ, അറിയാവുന്ന ആൾക്കാരൊക്കെയാണ് മരണപ്പെട്ടു പോയത്. ഇനി കാണാൻ ഒരുപാട് സുഹൃത്തുക്കൾ പോയിട്ടുണ്ട്. നമ്മൾ ഒരുപാട് ഫ്രണ്ട്സുകൾ, നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, നമ്മളെ വണ്ടിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ജീപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നമ്മൾ ഒക്കെ
അവരൊക്കെ പൂർണ്ണമായിട്ട് അവരുടെ ജീവിതമാർഗവും അവരുടെ വണ്ടിയും എല്ലാം കുടുംബം ഒരുപാട് ഫാമിലികൾ ഒരു വീട്ടിൽ നിന്നൊക്കെ 10-20 ആൾ വെച്ചിട്ട് പോയിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പം ഈ രക്ഷാപ്രവർത്തനമൊക്കെ കഴിഞ്ഞാലും ഇവരെയൊക്കെ ഇനി എങ്ങനെയാണ് ആശ്വസിപ്പിക്കുക? ഇവർക്കൊക്കെ എന്താണ് തിരിച്ച് പകരം? ഒന്നും കൊടുക്കാൻ പറ്റില്ല. ഈ വിഷമം നമ്മൾ ഏറ്റെടുക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ. അക്ഷയ, തീർച്ചയായും അത് തന്നെയാണ്. പകരം ഈ രക്ഷാപ്രവർത്തനവും ഇവരൊക്കെ കണ്ടെടുത്തു കഴിഞ്ഞാലും ഇവർക്കൊന്നും നഷ്ടപ്പെട്ടതൊന്നും തിരികെ കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഒരായുസ്സിൽ അവർക്ക് എന്തൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നഷ്ടപ്പെട്ടു പോയ കുറേ മനുഷ്യന്മാരാണ്. പുഴയെടുത്ത ആ സ്ഥലം, ആ പ്രദേശം കൂടിയാണ് നമ്മളിപ്പോൾ കണ്ടുപോകുന്നത്. എത്രത്തോളം ഭീതിതമാണ് ആ ദൃശ്യങ്ങൾ. ശേഷിപ്പുകൾ കാണുമ്പോൾ തന്നെ കണ്ണ് നനഞ്ഞു പോവുകയാണ്.